നമസ്കാരം. ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ കുടമാളൂർ ശർമ്മയുമായിട്ടുള്ള അഭിമുഖമാണ് ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ നടത്തുന്നത്. നിരവധി സംശയങ്ങളാണ് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത്. അവരുടെ സംശയങ്ങളിൽ പ്രധാനപ്പെട്ട കുറച്ച് സംശയങ്ങൾ നമുക്ക് ഇന്ന് ഈ സമയത്തൂടെ നിവാരണം ചെയ്യാം. നമസ്കാരം സർ. നമ്മുടെ പ്രേക്ഷകര് ജ്യോതിഷത്തെക്കുറിച്ച് വളരെ സംശയങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്ന ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാം. മറ്റൊന്നുമല്ല, ജ്യോതിഷത്തില് അവരുടെ സംശയങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തില് ഈ കൃത്യമായ സ്ഥലം അവർ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഈ ജ്യോതിഷത്തിൽ നമുക്കത് ഫലം പറയുമ്പോൾ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഉദാഹരണമായിട്ട് US നിന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അത് US നിന്നാണെന്നുള്ളത് നമ്മൾ പിന്നീടാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അവരത് കൃത്യമായി സൂചിപ്പിച്ചിരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ സമയത്തിന്റെ ഒരു വേരിയേഷൻ അവിടെ കാണിക്കുന്നില്ലേ എന്നൊരു സംശയം ഉണ്ട്. അതായത് ന്യായമായ സംശയമാണ്. USA അക്ഷാംശം, രേഖാംശം, അവിടുത്തെ നക്ഷത്രം, തിഥി, പക്കം, കരണം, ലഗ്നം ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം ഗണിക്കാൻ. US ഒരു കുട്ടിയുണ്ടായി. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഉണ്ടായി. സിസേറിയൻ ആണെങ്കിലും നോർമലാണെങ്കിലും ഉണ്ടായി. ആ ഉണ്ടായ സമയത്ത് സ്ഥലത്തെ അക്ഷാംശം എടുക്കണം, രേഖാംശം എടുക്കണം. ഉദയം എത്ര മണിക്ക് തുടങ്ങി, അസ്തമനം എത്ര മണിക്കാണ്, ഇത്രയും കണക്കാക്കിയിട്ട് വേണം അന്നത്തെ നക്ഷത്രം, തിഥി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ റിലേഷൻ കൊണ്ടുള്ളത്, നക്ഷത്രം സൂര്യൻ്റെ, പക്കം, കരണം, ഇങ്ങനെ 5 ഐറ്റം ഉണ്ട്. ഈ 5 ഐറ്റത്തിനാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. പഞ്ചം 5. ഈ 5ഉം കൂടെ ഒത്തു കഴിഞ്ഞിട്ട് ബാക്കിയാണ് അന്നേരം നിൽക്കുന്ന ഗ്രഹനിലകൾ നോക്കിയിട്ടാണ് ഇതിൻ്റെ ഫലങ്ങളും. ഇനി അതുമാത്രം പോരാ, ഈ ഗ്രഹനിലയെ 9ആയിട്ട് ഭാഗിച്ച് കഴിയുമ്പം അതിനെ നവാംശകം എന്ന് പറയും. നവം എന്ന് വെച്ചാൽ 9. അതിനൊരു ഫലമുണ്ട്. അതായത് ഒരു ആളുടെ ആയുസ്സിൽ ഏതാണ്ട് 30 വയസ്സ് വരെ ഒരു ഫലം. നമുക്ക് ഒട്ടുമുക്കാലും അറിയാം. ഒരു സാധാരണ സ്ത്രീ ആയാലും പുരുഷനായാലും ജാതി, മതം, വർഗം, വർണ്ണം ഏതും ആയിക്കോട്ടെ, ഓൾ വേൾഡ്, ഈ ലോകത്തിലെ ഏത് ജാതിയോ മതമോ ഏത് വർഗമോ വർണ്ണമോ സ്ത്രീയോ പുരുഷനോ ആണെങ്കിലും വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് എപ്പോഴാ? 60-നും 90-നും മധ്യ അല്ലല്ലോ. അപ്പൊ അതിനൊരു പ്രായം വെച്ചിട്ടുണ്ട്. അതെ, ഏറെക്കുറെ ഉണ്ട്. കല്യാണപ്രായം അതുമുണ്ട്, ജോലി അതിനുമുണ്ട്, യൗവനം, കൗമാരം, വാർദ്ധക്യം, അതെ, ജരാനര, ഈ മരണം, ഇങ്ങനെയൊക്കെ ഒരു ശരാശരി ഒരു മനുഷ്യനൊരു അഭിപ്രായമുണ്ട്. അതെ, അതിനനുസരിച്ചാണ് വിദ്യാഭ്യാസവും ജോലിയും കല്യാണവും സന്താനവും വസ്തുവും വീടും അച്ഛനാവുന്നു അപ്പൂപ്പനാവുന്നു ഒക്കെ. ആ പീരീഡിൽ ഇതിന്റെ തടസ്സം വരുമ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ. അല്ല, അതിന് ഇന്ന പീരീഡുകളിലുണ്ട് എന്നൊരു മനുഷ്യന് ഒരു സങ്കല്പം ഉണ്ട്. അല്ല, പ്രകൃതി നിശ്ചയം. ആ പ്രകൃതി നിശ്ചയം കൂടെ കണക്കിലെടുത്തോണ്ടാണ് ആ സമയത്ത് ഇത് നടക്കാണ്ട് വരുമ്പോൾ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടായി. ഈ സമയങ്ങളിൽ ഏത് ഗ്രഹങ്ങളാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതെ, അതുകൊണ്ടാണ് നവാംശകം എന്ന് പറയുന്നതും ഇതിനകത്ത് ഗ്രഹനില പ്രകാരം വലിയ ബാധകമാണ്. അപ്പൊ നക്ഷത്രം മാത്രം പോരാ, തിഥി മാത്രം പോരാ, കരണം മാത്രം പോരാ, പക്കം മാത്രം പോരാ, ഗ്രഹനില മാത്രം പോരാ, നവാംശകം മാത്രം പോരാ, ദ്വാദശം, അതായത് 30 വയസ്സ് വരെ എന്ന് പറഞ്ഞത് 30-നും 50-നും മധ്യേ ഉള്ള ഒരു കാലഘട്ടം ഒരു മനുഷ്യന്റെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ആണല്ലോ. കുടുംബസ്ഥനാണ്. എല്ലാ ഉത്തരവാദിത്വവും അദ്ദേഹത്തിലേക്ക് ആണല്ലോ. തീർച്ചയായും ഒരു കൊച്ചുകുട്ടികളുടെ കോളേജുമാരുടെ രീതിയല്ല, അതെല്ലാം മാറി. എന്നാ ഒരു വയസ്സിൻ്റെതായ വിശ്രമ ജീവിതവും ആയില്ല. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത്. അപ്പൊ 30-നും 50-നും മധ്യേ ദ്വാദശം 12ാമത്തെ രാശി വെച്ച് അല്ലെ 12 ഭാഗമായി കണക്കാക്കിയിട്ട് അതിൽ നിന്ന് എടുക്കണം എന്നാണ്. അപ്പോൾ 30 വയസ്സ് വരെ ജനിച്ച ലഗ്നം കൊണ്ടുള്ള ഫലവും 30 മുതൽ 50 വയസ്സ് വരെ ചന്ദ്രൻ നിൽക്കുന്നതിനെ കൊണ്ടുള്ള ഫലങ്ങളും
അതായത് ഭൂമിയുടെ ഏറ്റവും അടുക്കം നിൽക്കുന്നത് ചന്ദ്രനാണ്. അതെ. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഫലം. പിന്നെയുള്ളത് അതിന്റെ ഫലം വരുന്നത് ശുക്രന്റെയാണ് അടുത്തത്. അപ്പൊ 50-നും 70-നും മധ്യേ ഉള്ളത് ശുക്രനെ കൊണ്ടുള്ള ഫലമാണ്. ഇനി അത് കഴിഞ്ഞാലോ 70 കഴിഞ്ഞ മനുഷ്യനുണ്ടല്ലോ. ആദിത്യനെ കൊണ്ടും രാഹുഗതുക്കളെ കൊണ്ടും ഉള്ള ഫലങ്ങൾ പറയണം. അതിൽ പ്രത്യേകിച്ചും ഭൂമിയുടെ പൂർവസ്ഥാനത്ത്, ഭൂമി മൊത്തത്തിൽ ഒരു ഉരുണ്ടാണ് ഇരിക്കുന്നത്, അതെ, ഒരു ഗോളാകൃതിയിൽ, കംപ്ലീറ്റ് ഫുട്ബോൾ പോലെ അല്ല. അതിനും കാര്യമുണ്ട്. അങ്ങനെ ആക്കാമായിരുന്നു ദൈവത്തിന്, അങ്ങനെ ആയില്ല. അതിൻ്റെ പൂർവാർത്ഥപരമായിട്ടുള്ള അവിടെ ജനിക്കുന്നവർക്ക് ലഗ്നം കൊണ്ടുള്ള ഫലമായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. പൗരസ്ത്യ ദേശങ്ങളിലുള്ളവർക്ക് ചന്ദ്രനെ കൊണ്ടുള്ള ഫലമായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ട് ഭാഗങ്ങളും അല്ലാതെ ഉത്തര ദക്ഷിണ ഭാഗങ്ങളിലും എക്സിമോ പോലെയുള്ള ആളുകൾ ലക്ഷക്കണക്കിനുണ്ട്, കോടിക്കണക്കിനുണ്ട്. അവർ മനുഷ്യരില്ലേ? അവരെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലുള്ളവര് രാഹുഗതുക്കളെ കൊണ്ട് വേണം ഫലങ്ങൾ പറയാൻ എന്നാണ്. വ്യത്യസ്തമായിട്ടുള്ള വളരെ വളരെ വ്യത്യസ്തങ്ങളായിട്ടാണ്. അപ്പോൾ ഒരാളൊരു ഫോൺ ചെയ്ത് ചോദിക്കുമോ കാര്യങ്ങളോ ചെയ്താൽ ജനന സമയത്തിന് പ്രത്യേകത ഉണ്ടെന്നാണ്. നാട്ടിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും ജനിച്ച സ്ഥലം പറയുന്നില്ല. അവർക്കൊരു മടി, ഞാൻ അമേരിക്ക എന്നാ, അല്ലെ റഷ്യ എന്നാ, അല്ലെങ്കിൽ ചൈന എന്നാണ്, അല്ലെങ്കിൽ ജനിച്ചത് എവിടെയാന്ന് പറയുന്നില്ല. അതെ, അല്ലെങ്കിൽ അയക്കുന്നില്ല. നമുക്ക് അയക്കുമ്പോ അവർ ആ ഒരു അവരുടെ അന്നത്തെ മനഃപൂർവ്വമല്ല, അവരറിയുന്നില്ല എവിടെയാ അവരെ പ്രസവിച്ചത്. അപ്പൊ വാതകമോ മതകമോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ അവരറിയുന്നില്ല, അല്ലെ അവരറിയാതെ വേണം ഈ ജ്യോതിഷം നോക്കാൻ. അങ്ങനെയുണ്ട്. ആരും അറിയരുത്, നമുക്കിത് അറിയണം. കാരണം മതപരമായ ചില വിലക്കുകളും രാഷ്ട്രീയപരമായ ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ അന്നേരത്തെ ഞാൻ വിളിക്കുന്ന ആ സമയത്ത് മൂഡ് അനുസരിച്ച് ചിലപ്പോൾ പറയാനും വിട്ടുപോയത്, ചില സംഭ്രമങ്ങൾ കൊണ്ടും സന്തോഷങ്ങൾ കൊണ്ടും ആഹ്ലാദങ്ങൾ കൊണ്ടും അങ്ങനെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരാം. ഇങ്ങനെ പല, ഇപ്പോൾ ഒരാളെ ഒരു മേജറായിട്ട് ഒരു ഓപ്പറേഷന് കയറ്റി ഐസിയുലായിരുന്നു, അവിടുന്ന് ഇതൊന്നും അറിയാണ്ടായിരിക്കും ആള് മാത്രമേ അറിയാവുള്ളൂ ഇയാള് ഓപ്പറേഷൻ ചെയ്യാവോ, നല്ല ദിവസമാണോ, രക്ഷപ്പെടുവോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പെയിൻ വന്നു, ഗർഭിണിയാണ്, നല്ല നാളാണോ, പൂരാടവും പൂയവും അത്തവും തൃക്കേട്ടിയൊന്നും വേണ്ട, കാരണം ഞാൻ അത്തവാ, ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഡാഡി പോയി, അങ്ങനെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ വരരുത്. നല്ലൊരു മനുഷ്യനാണ് ഈ കൊച്ചിൻ്റെ ഉണ്ടാവാൻ പോകുന്ന കൊച്ചിൻ്റെ ഡാഡി. അപ്പോൾ ഡാഡിയെ നോക്കണം, ഡാഡിയെ മാത്രം നോക്കിയാൽ പോരാ, മമ്മിയെ നോക്കണം, കൊച്ചിനെ നോക്കണ്ടേ, സഹോദരങ്ങളെ നോക്കണ്ടേ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സമയമെടുത്ത് വേണം ഇത് നോക്കാനായിട്ട്. ചടുപോക്കുന്നൊരു മറുപടിയാണ് ക്യാപ്സൂൾ പോലെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി വെറൈറ്റികൾ ജ്യോതിഷത്തിലും കാര്യങ്ങളിലും, ജനിച്ച സ്ഥലം, നക്ഷത്രം, അതുപോലെ എത്ര ദശാകാലങ്ങൾ പോയി, കുട്ടി ആണോ പെണ്ണോ, അതുപോലെ തന്നെ സിസേറിയൻ ചെയ്ത് എടുക്കുന്നതിനേക്കാൾ നോർമൽ ഡെലിവറിയുടെ കറക്റ്റായിരിക്കും അതിൻ്റെ എഫക്റ്റ് വരുന്നത്. കാരണം മറ്റത് കൃത്രിമമാണ്. എപ്പം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, പക്ഷേ എപ്പം വേണമെങ്കിലും കീറിയെടുക്കാം എന്ന് പറയുന്നതിന് പറ്റുന്നില്ല. അവിടെയും ദൈവം സമ്മതിക്കണം, ഇല്ലെങ്കിൽ അവിടെയൊക്കെ പല തടസ്സങ്ങളും. ഇതെല്ലാം കൂടെ നോക്കി വേണം ഒരാളുടെ ഫലങ്ങൾ പറയാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സംശയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ സമയം വേണം. അങ്ങനെയാണല്ലോ ജ്യോതിഷം. കൃത്യമായ സമയം എന്ന് പറഞ്ഞാൽ, പക്ഷെ ആ സമയം അത് ആരോഗ്യശാസ്ത്ര പ്രകാരം ഒരു ആശുപത്രിയിലെ നിയമം, ആ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഗർഭിണിയെയും ഉണ്ടാവുന്ന കുഞ്ഞിനെയും ആരോഗ്യത്തോടെ രക്ഷപ്പെടുത്തുക എന്നാണ് ആ ഡോക്ടറുടെയും നേഴ്സുമാരുടെയും ധർമ്മം. സംശയമില്ലല്ലോ. അല്ലാണ്ട് നാളും പക്വവും കുറിക്കാനല്ലല്ലോ അവർ. അപ്പോൾ അതിന് ഒരു കുട്ടി ഉണ്ടാവാൻ ചിലപ്പോൾ സിസേറിയൻ ചെയ്തെന്ന് വരും, ഇല്ലെങ്കിൽ പെയിൻ കൊടുക്കാനായിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തെന്ന് വരും, അല്ലെ നോർമൽ പ്രസവം എടുത്തെന്ന് വരും. കുഞ്ഞിനെയും ഒക്കെ വാഷ് ചെയ്ത് ഓക്സിജൻ കൊടുത്ത് ചിലപ്പം പന്നീരൊക്കെ പൊതിഞ്ഞ് വെച്ച് തലകീഴായി കുലുക്കി ശ്വാസവും ഒക്കെ കറക്റ്റാക്കി പ്രസവിച്ച തള്ളയുടെയും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം നോക്കി, ഹാർട്ടും ഒക്കെ നോക്കി, എല്ലാ വേരിയേഷനൊക്കെ നോർമൽ എന്ന് കണ്ട് ബ്ലഡ് കൊടുത്തതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ ഡോക്ടറുടെ കയ്യിൽ വാച്ച് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വാച്ച് കെട്ടാനോ മോതിരം കെട്ടാനോ ഒന്നും വകുപ്പില്ല നേഴ്സുമാർക്കൊന്നും. അവിടെ ആശുപത്രിയിൽ ഒരു പഴയ ഒരു തുരുമ്പ് പിടിച്ചൊരു ക്ലോക്ക് കാണും. എപ്പോഴും പുത്തൻ ക്ലോക്കൊക്കെ ആശുപത്രി വെച്ചിരിക്കണമെന്നൊന്നും പറയാനൊക്കത്തില്ലല്ലോ. ആ ക്ലോക്കയിൽ ഒരു ടൈം എടുത്ത് കൊച്ചിൻ്റെ കഴുത്ത് ഒരു താലി പോലെ ബോയ് അല്ലെ ഗേൾ
9 AM അല്ലെങ്കിൽ 10 AM. സത്യത്തിൽ ഇത് തന്നെയാണോ ജനന സമയം? അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതുകൂടെ കണ്ടു വേണം അതെ ഒരു ജ്യോതിഷന് ആധാരലഗ്നം എടുത്തിട്ട് വേണം ഗണിക്കാൻ. ചിലപ്പം 7 മുതൽ ചിലപ്പോൾ 17 മിനിറ്റ് വരെ ഒരു പ്രസവത്തിന് സാധാരണ നിലയിൽ. അത് എല്ലാവരുടെയും ബോഡി ഷേപ്പ് അനുസരിച്ച് അങ്ങനെ വേണമെന്നില്ല. ചിലപ്പോൾ 3 മിനിറ്റ് കൊണ്ട് പ്രസവിച്ചതെന്ന് വരും. പിന്നെയും അവിടെ ചില യുക്തികളൊക്കെ ഉണ്ട്. ഗർഭപാത്രത്തിൽ നിന്ന് പോരുന്ന സമയമല്ലേ ജനന സമയം? സത്യത്തിൽ അതല്ല. ഭൂമിയിൽ പിറന്നാലാണ് ഭൂജാതനായി അല്ലെ പൂർണ്ണമായിട്ടുള്ളൂ അവിടെ കൊണ്ടെടുക്കണം. പിന്നെ ഒരു ചോദ്യമുള്ളത്, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ബീജസങ്കലനം കഴിഞ്ഞുണ്ടാവുന്നതല്ലേ കുഞ്ഞിൻ്റെ ജനനം? കുഞ്ഞായില്ല, എംബ്രിയോയേ ആയുള്ളൂ. അതെ, ഇങ്ങനെ ഒത്തിരി 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 ചോദ്യശരങ്ങൾ വരുന്നുണ്ട്. സാറേ, നമ്മുടെ തൃപ്പൂണിത്തുറയിൽ നിന്നൊരു പ്രേക്ഷകൻ ഇതുപോലെ സമയത്തിന്റെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട്, സാറിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. സാറിന്റെ പ്രോഗ്രാമുകൾ സ്ഥിരമായി കാണാറുണ്ട്, വളരെ നല്ലതാണ്. നമുക്കൊരു ഈ സമയത്ത് അല്ലേ പ്രേക്ഷകരിങ്ങനെ നമ്മളെ പറ്റി നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ച് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു, പുതിയത് ശ്രമിച്ചിട്ടൊന്നും ശരിയാകുന്നില്ല, ആകെ വിഷമത്തിലാണ്. ഒരു സുഹൃത്തുമായി ചേർന്ന് ഒരു ചെറിയ ബിസിനസ് തുടങ്ങുവാൻ ആലോചിക്കുന്നു. സമയം അനുകൂലമാണോ? ഏത് ഫീൽഡിനാണ് വിജയപ്രദം എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അത് ശരി. ഒരാൾ പല തൊഴിൽ ഏർപ്പെടും. വിദ്യാഭ്യാസം വെച്ച് തന്നെ വേണമെന്നൊന്നുമില്ല. അതെ, ചിലര് ഒറ്റ തൊഴിലിൽ തന്നെ മുന്നോട്ട് പോകുന്നവരുണ്ട്, അല്ലെ ഒരു ബിസിനസ് തന്നെ പോകുന്നവരുണ്ട്. ചിലർ പലരും മാറി മാറി പോകുന്നവരുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നവരും ഉണ്ട്. പല രീതികളിലാണ്. ഇയാളുടെ ഗ്രഹനിലയിൽ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്നത്, അതായത് ഏറ്റവും ശക്തിയായിട്ട് നിൽക്കുന്നത്, തമ്മിൽ ഭേദം നമ്മളെല്ലാം കേട്ടിട്ടുള്ള ചൊവ്വാഗ്രഹമാണ്. ആ ഗ്രഹത്തെ ആണ് ഇദ്ദേഹത്തിൻ്റെ കർമ്മഭാവം. കർമ്മം എന്ന് വെച്ചാൽ പ്രൊഫഷൻ, ഉപജീവന മാർഗം, തൊഴിൽ, ബിസിനസ്, ജോലി എന്നൊക്കെ പറയാവുന്ന കർമ്മമേഖല. കർമ്മമേഖല എന്നാണല്ലോ അതിന് പറയുന്നത്. ചൊവ്വാഗ്രഹമാണ്. ആ ചൊവ്വാഗ്രഹം അതിനെ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെയും ശനി എന്ന ഗ്രഹത്തിൻ്റെയും കാൽബലം വീതം ദൃഷ്ടിയുണ്ട്. അത് ആ ചൊവ്വാഗ്രഹത്തെ ശുക്രനും ശനിയും ഏതാണ്ടൊരു കാൽബലത്തോടെ നോക്കുന്നുണ്ട് ആ ഗ്രഹത്തെ. അപ്പം നോക്കുന്നയാളിനും ഒരു ഫലമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ ശുക്രനും ശനിയും കൂടെ ഈ ചൊവ്വാഗ്രഹത്തെ വാച്ച് ചെയ്യുന്നുണ്ട്. മണ്ണ് കൊണ്ടുള്ള ഐറ്റമോ കല്ലുകൊണ്ടുള്ള ഐറ്റവും ആയിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടിക, ഓട്, ബ്രിക്സ്, മാർബിൾ, ഗ്രാനൈറ്റ്, ടൈൽ, ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ഉണ്ടല്ലോ, കെട്ടിട നിർമ്മാണങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കരിങ്കല്ല്, ഇവയുമായി ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ, നിർമ്മാണം, കച്ചവടം, വ്യവസായം, എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്, അതിനനുസരിച്ചുള്ള രാജ്യങ്ങൾ അനുസരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ മൊത്തം ചെയ്യാം. ഇതാണ് ഇദ്ദേഹത്തിന് കൂടുതൽ ശോഭിക്കുന്നത്. അതായത് ഇഷ്ടികയും ഓടും ബ്രിക്സും ടൈൽസും മാർബിൾസും ഇങ്ങനെയുള്ള കെട്ടിട നിർമ്മാണങ്ങളും ഒക്കെ ആയിട്ടുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള സാനിറ്ററി ഐറ്റം ഒക്കെ ആകാം. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതെ, ഇപ്പം മെറ്റൽ കൊണ്ടുള്ള വലിയ മേഖലയാണ്, വലിയ മേഖലകളാണ്, വളരെ ഉയരാവുന്ന മേഖല. ഈ മേഖലകളിലേക്ക് ഇദ്ദേഹം തിരിയുന്നത് ഒന്നുകൂടെ നല്ലതാണ്, ഉത്തമമായിരിക്കും. ഇനി ഇതൊന്നുകൂടെ പുഷ്പുള്ളവാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഗണപതി ഹോമം കാണുമല്ലോ പൊതുവെ. ഗണപതി കാണും. ഗണപതി ഹോമം ചെയ്യുന്നതാണ്. കാരണം ഈ ചൊവ്വാഗ്രഹത്തെയും ശുക്രനും ശനിയെയും കൂടെ സന്തോഷിപ്പിക്കാൻ ഈ ഗണപതിക്ക് കുറച്ച് കഴിവുണ്ട്. ആ ഗണപതി ഹോമത്തിൽ കറുക, മുക്കുറ്റി എന്നൊക്കെ കാണുമല്ലോ, പറമ്പിലൊക്കെ നിൽക്കുന്നത്, വളരെ ഔഷധവീര്യമുള്ളതാണ്. വിധിപ്രകാരം ഈ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരും നക്ഷത്രവും ചേർത്ത് ഈ ഗണപതി ഹോമത്തിൽ കറുകയും മുക്കുറ്റിയും സ്വയംവര മന്ത്രങ്ങൾ കൊണ്ടും, അതായത് സ്വയംവര മന്ത്രം എന്ന് പറയുന്നത്, ഇപ്പം കറുക മുക്കുറ്റി എടുത്തു, ചെറുതേനും ഒരു പാത്രത്തിൽ ഒഴിച്ചു, മുക്കിറ്റ് ഈ പേരും നാളും ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മി
ഫോട്ടോയും കൂടെ ഉണ്ട് നന്നായിരിക്കും. ആളിനെ പ്രസൻ്റ് ആണ് ഒന്നുകൂടെ നന്നായിരിക്കും. അല്ല ഒരു തവണയെങ്കിലും ഒന്ന് കണ്ടാൽ നന്നായിരിക്കും. ഓം ശ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം ശ്രീജേഷ് വശം. ശ്രീജേഷ് എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര്. ശ്രീജേഷ് വശം ആകർഷയ ആകർഷയ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമിക്കുക തീയിൽ. ഗണപതി ഹോമത്തിൽ തീയാണോ. അപ്പോൾ ഇതിങ്ങനെ 108, 1008, 4448 ഇങ്ങനെ സംഖ്യയുണ്ട്. ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു വാക്ക് ഒന്നിൽ കൂടുതൽ പല പ്രാവശ്യം ഉച്ചരിക്കുമ്പോൾ അത് ഏത് വാക്കും ഏതക്ഷരം ആയിക്കോട്ടെ, വിശേഷിച്ച് മന്ത്രമായിക്കോട്ടെ, ആ വാക്കിന് അർത്ഥവും ശക്തിയും വ്യാപ്തിയും ദൃഢതയും പൊലിമയും വർദ്ധിക്കുന്നതാണ്. സയൻസ് അംഗീകരിക്കുന്നുണ്ട്, പൊളിറ്റീഷ്യന്മാർ അംഗീകരിക്കുന്നുണ്ട്, പുരാണ ആചാര്യന്മാരും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഈ രുദ്രാക്ഷത്തിലൊക്കെ കൂടുതൽ ജപിച്ച് സംഖ്യ കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ സംഘേ കലിയുഗേ, സംഘടിച്ച് നിന്നും കൊണ്ട് കലിയുഗത്തിൽ കൂടുതൽ പ്രാർത്ഥനകളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ ചെയ്താൽ കൂടുതൽ ഫലം വരും. ഒരു ന്യായമായ അവകാശത്തിന് ഒരാൾ സമരം ചെയ്യുമ്പോഴും 1000 പേര് ഒന്നിച്ച് സമരം ചെയ്യുന്നതായിട്ടുള്ള വ്യത്യാസം എന്താണ്? അതെ, ഏതിനാ ഫലം കൂടുതൽ വരുന്നത്? തീർച്ചയായിട്ടും 1000 പേര് നിൽക്കുന്നതിനാണ്. പെട്ടെന്ന് ആനുകൂല്യം കൊടുക്കും. അതെ അതെ അതെ. ഒരാൾ തന്നെയാണെങ്കിൽ നീ എവിടെ നിന്ന് വരുന്നു, എന്ത് വരുന്നു, അത് നീ ജോലി ചെയ്യേ, നിന്റെ ജോലി തൃപ്തമാണോ ഞാൻ വേറെ അധികാരികളോട് ചോദിക്കട്ടെ, എന്നിട്ടൊക്കെ തരാം. അത് പക്ഷെ 1000 പേര് സമരം ചെയ്യുമ്പോൾ അതൊന്നും ചോദ്യമില്ല, പെട്ടെന്ന് ഞാൻ കൊടുത്തേക്കാൻ പറഞ്ഞ് ഒരു മണി അടിക്കുക. അപ്പോൾ സംഘേ കലിയുഗേ, കലിയുഗത്തിൽ സംഘടിച്ച് ചെയ്യുന്നതിനും പ്രാർത്ഥനകൾക്കും കർമ്മങ്ങൾക്കും ശക്തിയുണ്ട്. കൃതത്രേത ദ്വാപര, കൃതായുഗത്തിലും ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും മറ്റും അങ്ങനെയല്ല. സംഘടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവനവന് ബലം ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലും അതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. ഓരോ യുഗങ്ങളിലും ഓരോന്നിന് കഴിവ് കൂടുതൽ കൊടുക്കും ഓരോ വ്യക്തികൾക്ക്. ഇദ്ദേഹത്തിന്റെ വിവാഹമായിട്ടുള്ള ബന്ധം കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇതേ ഗ്രഹനില തന്നെയാണ്, ഇതേ രീതി തന്നെയായിരിക്കും. ഇതേ രീതി തന്നെയാണെങ്കിലും ഈ ചൊവ്വാഗ്രഹത്തെ കൂടുതൽ സന്തോഷിപ്പിച്ചാൽ, അതായത് നമുക്കറിയാം ഒരു വിവാഹ കമ്പോളത്തിൽ ഈ ചൊവ്വാഗ്രഹം ഇപ്പം നിൽക്കുന്ന ബ്രിക്സ്, ഓട്, അതുപോലെ മാർബിള്, ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ സെയില്, നിർമ്മാണം, ബന്ധപ്പെട്ട തൊഴിൽ ഒക്കെയാണ്. അതേസമയം ഈ ചൊവ്വയുടെ കൂടെ മറ്റ് ചില ഗ്രഹങ്ങൾ നോട്ടമാണെങ്കിൽ അവർ ബിൽഡേഴ്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ, വൻകിട ഇലക്ട്രീഷ്യന്മാർ, സമരസേനാനികൾ, മിലിറ്ററി വൻകിട ഉദ്യോഗസ്ഥന്മാർ, ആഭ്യന്തരമന്ത്രി, അവിടം വരെയൊക്കെ ഉയരുന്നവരും, അതുപോലെ തന്നെ സൗരോർജം, എഞ്ചിനീയർ, ഈ മേഖലകളിലേക്കൊക്കെ പോകുന്നവരുമുണ്ട്. ഒരു വിവാഹ കമ്പോളത്തിൽ ഈ എഞ്ചിനീയറിംഗാണോ കാക്ഷിക്കുന്ന മാർബിൾ കച്ചവടക്കാരനെയാണോ? പൊതുവേ നമുക്ക് പറയാം എഞ്ചിനീയറിംഗ് അവർക്കൊക്കെയാണ് ഡിമാൻഡ്. അപ്പോൾ ഒരു ചൊവ്വാഗ്രഹം ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരേ സമയത്ത് വിവാഹമായിരിക്കണമെന്നൊന്നുമില്ല. അതിൽ ആ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, സ്ത്രീയായാലും പുരുഷനായിരുന്നാലും. ഇത് പുരുഷൻ ആയതുകൊണ്ട് നമ്മളങ്ങനെ പറയും. ഒരു സ്ത്രീക്കാണെങ്കിലും 32 വയസ്സും 37 വയസ്സ് വരെ ചിലപ്പോൾ ചൊവ്വ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നവർക്ക് കല്യാണം നീണ്ടു പോകാം. കാരണം അവർ അനുഭവിക്കുന്ന ഫീൽഡ് ഏതായിരുന്നാലും ശരി, നല്ലൊരു പോലീസ് ഓഫീസറാണ്, അല്ലെങ്കിൽ ഒരു വിധികർത്താവാണ്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരമാണ്, ഒരു പെൺകുട്ടിയാണ്, അവരുടെ വിവാഹം 20-ാമത്തെ വയസ്സിൽ നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? സ്വാഭാവികമായിട്ട് തത്തുല്യ യോഗ്യതയുള്ളൊരുത്തം വേണ്ടേ? യോഗ്യത ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെയുള്ളവരെയാണോ കാക്ഷിക്കുന്നത്, വേറെ ഏതെങ്കിലും പ്രൊഫഷനിൽ നിൽക്കുന്നവരെയാണോ? ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ഗ്രഹങ്ങൾ കൊണ്ടാണെന്നാണ് ജ്യോതിഷന്മാർ പറയുന്നത്. ഗ്രഹങ്ങളുടെ നോട്ടം, ദൃഷ്ടി, യോഗബലങ്ങൾ. വിദ്യാർത്ഥിന് സാധാരണ 32-നും 37-നും മധ്യേ വിവാഹ യോഗമുണ്ട്. ചുരുക്കത്തിൽ 37 മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യങ്ങൾ തെളിയുന്നതാണ്. അതാണ് 35-ാമത്തെ വയസ്സിലെപ്പി കത്ത് വന്നിരിക്കുന്നത്. ഇതിന് പൊതുവേ വരാഹമിഹിരൻ, ഭാസ്കരാചാര്യർ, യവനൻ, അതുപോലെ തന്നെ ജൈമിനി, ഇങ്ങനെയുള്ള ആചാര്യന്മാർ പറയുന്നത് പൊതുവേ ഒരു കോമൺ 37-നും 40-നും മധ്യേ ഇവരുടെ ഭാഗ്യകാലം ഉദിപ്പതും ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും, ശ്രദ്ധയും ദാനവും സൽക്കർമ്മങ്ങളും നടന്നിടും, 6-7 ആണ്ട് രാജതുല്യനായി വാണിടും, മംഗല്യം നടന്നിടും, തർക്കമിതല്ലതല്ലും. മംഗല്യം എന്ന് വെച്ചാൽ കല്യാണം. അപ്പോൾ 37 to 40 ബിറ്റ്വീൻ
ലക്ക് ഈസ് ഡാഷ് ടു ഹെൽപ്പ്, പ്രൊഫഷണൽ പ്രോഗ്രസ്, മണി ഗെയിൻസ്, മാരീഡ് ലൈഫ്, പൊതുവെ ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫ് എന്ന് അവർക്ക് കിട്ടും. അവർ ഉയരുന്ന, അതിൽ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഗണപതി ഹോമത്തിങ്കിൽ ഈ കറുകയും മുക്കുറ്റിയും കറുക ജുംസസ്വാഹ എന്ന മന്ത്രങ്ങൾ കൊണ്ടും, അതായത് ഈ കൂടുതൽ ആ ഗ്രഹങ്ങളെ കൊണ്ട് ഇനി ആ ഗ്രഹം സഹായിക്കാനില്ല, കാരണം മുന്നോട്ട് വേറെ ഗ്രഹങ്ങളാണ്, പരമാവധി സഹായിക്കുക. എൻ്റെ കയ്യിലുള്ളതെല്ലാം തന്നു, അത് വേണ്ട രീതി യൂസ് ചെയ്യുക. അപ്പോൾ അതിന് 4448 രൂപ സ്വയംവര മന്ത്രങ്ങൾ കൊണ്ട് ഈ മുക്കുറ്റി ചെറുതേനിൽ മുക്കി അങ്ങോട്ട് ഹോമിക്കുക. അതുപോലെ കരിമ്പിൻ്റെ കഷ്ണം, ഒരാന എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു, നാളികേരം, കരിമ്പ്, ശർക്കര, കദളിപ്പഴം എന്ന് പറഞ്ഞ പോലെ ആനയുടെ ഇഷ്ടപ്പെടുന്നതാണ് ഗണപതിക്ക് ഇഷ്ടപ്പെടുന്നത്. അതെ അതെ അതെ, അതാണ് കരിമ്പിനകത്ത് കരിമ്പും ഒക്കെ വരുന്നത്. കരിമ്പും ചെറുതേനും നാളികേരവും, അതിലെ കറുക മുക്കുറ്റി, അതൊക്കെ വളരെ ഔഷധം കൂടെ ഇതിൻ്റെ കൂടെ ചെയ്താൽ ജന്മനാ ഈ പ്രയോജനമുള്ള ഈ ചൊവ്വാഗ്രഹത്തെ കൂടുതൽ സന്തോഷിപ്പിക്കാനായി ഈ ക്രിയാദികൾക്ക് പറ്റും എന്നാണ് താന്ത്രിക വിധി എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട് ഈ ജ്യോതിഷമല്ലാതെ. അതിലൂടെ ഒരാളെ എങ്ങനെ പരമാവധി നമുക്ക് ഉയർത്താം, കഷ്ടകാലങ്ങൾ എങ്ങനെ പരമാവധി കുറയ്ക്കാം എന്ന് പറയുന്ന പോലെ ഈ ഒരാളുടെ ഈ ഗ്രഹപ്പഴ സന്ധികൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഈ കർക്കിടക മാസത്തിലും വൃശ്ചിക മാസത്തിലും ഒക്കെ പിതൃബലി, വാവുബലി അതൊക്കെ ചെയ്യുന്നത് മൺമറഞ്ഞു പോയ പിതൃക്കളുടെ ആത്മാക്കൾക്ക് സായുജ്യം കിട്ടുമ്പോൾ മഹാരോഗങ്ങൾ, അപകടങ്ങൾ വരാതിരിക്കാനും, അതുപോലെ തന്നെ വലിയ രോഗങ്ങൾ വരുമ്പോൾ ധന്വന്തിരി പൂജകളും ഒക്കെ ചെയ്യുന്നത്. അത് ഔഷധപ്രയോഗമുള്ള സസ്യങ്ങളൊക്കെ ഹോമിക്കണം. ധാന്യങ്ങൾ, പേരാരും മൊട്ട്, അരയാലിൻ്റെ മൊട്ട്, അത്തിയുടെ മൊട്ട്, ഇത്തിയുടെ മൊട്ട്, ചമതക്കമ്പ്, ഇങ്ങനെയുള്ള വിശിഷ്ട വസ്തുക്കളുമൊക്കെ ഹോമവിധികൾ ചെയ്യുക. അതുപോലെ തന്നെ യന്ത്രവിധികൾ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചൊവ്വാഗ്രഹത്തിന് സുബ്രഹ്മണ്യ കവച യന്ത്രം, അത് വെള്ളിയിൽ, സ്വർണത്തിൽ, ചെമ്പയിൽ, പഞ്ചലോഹത്തിൽ ഒക്കെ എഴുതി പൂജിച്ച് ശരീരത്തിൽ ധരിക്കുക. കൂടുതൽ മാഗ്നറ്റിക് പവർ കിട്ടും. അതുപോലെ ചെമ്പവിഴം ധരിക്കുക. റെഡ് കോറൽ, അപ്പോൾ അവിടെ രത്നങ്ങൾക്ക് കുറെ കൂടുതൽ ആകീരണ ശക്തിയുണ്ട്. അതുപോലെ നമ്മുടെ ഒരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്. അദ്ദേഹത്തിന് 7:30 ശനി സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യം പൊതുവെ. ജാതക നിലയിൽ ഈ ആളിൻ്റെ ജാതക നിലയിൽ സ്ത്രീയാണോ പുരുഷനാണോ? പുരുഷനാണ്. ശനി മകരം, കുംഭം, തുലാം എന്നീ രാശികളിൽ നിൽക്കുന്നയാളാണെങ്കിൽ വലിയ കാഠിന്യങ്ങൾ വരികയില്ല. ഈ രാശികളിലല്ലാതെ നിൽക്കുന്ന ശനി നിൽക്കുന്നവർക്ക് ഏഴരശനി, ജന്മശനി, കണ്ടകശനി ഇതൊക്കെ വരുമ്പോൾ ഇവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ആക്രമണം കുറച്ച് ശക്തമാവാൻ സാധ്യതയുണ്ട്. ആ നിൽക്കുന്ന മകരം, കുംഭം, തുല എന്നീ രാശികളിലല്ലാതെ ശനി നിൽക്കുകയും ആ ശനിയെ ക്രൂരഗ്രഹങ്ങളായ ചൊവ്വ, രാഹു, ഇതുപോലെയൊക്കെയുള്ള മറ്റ് ഗ്രഹങ്ങൾ, കേതു ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്താൽ, അല്ലെ കൂടെ നിൽക്കുകയും ചെയ്താൽ ആ ശനിക്ക് ദോഷഫലം കൂടും, അവരുടെ ഉപദ്രവവും കൂടും. അപ്പോഴാണ് ശരിക്കും 7:30 ശനി എഫക്റ്റ് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഉപദ്രവിക്കും. അതേസമയം ശുഭഗ്രഹങ്ങൾ നോക്കുകയോ കൂടെ നിൽക്കുകയോ ചെയ്താൽ അധികം ഉപദ്രവിക്കുകയില്ല. അതായത് ഒരു കോടതിക്കകത്ത് ഒരു ജയിപ്പുള്ളി നിൽക്കുക, പോലീസ് പിടിക്കുവോ? ഇല്ല. അതെന്താ? പ്രൊട്ടക്ഷൻ ഉണ്ട്, കോടതിയിൽ വെച്ച് പാടില്ല. പിടിക്കും. അതേസമയം കോടതിയുടെ വെളിയിലോട്ട് കടക്കുകയും ഒക്കെ എടുത്ത് ജീപ്പിലേക്ക് ഇടുക. അപ്പോൾ കോടതി എന്ന് പറയുന്നത് ഒരു സംരക്ഷണമാണ്. അവിടെ ഉപദ്രവിക്കാനൊന്നും പറ്റുകയില്ല. ഇവൻ കുറ്റവാളിയാണെന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിടിക്കാം. ആണെന്ന് തിട്ടപ്പെടുത്തുകയും ജഡ്ജ്മെന്റ് ചെയ്യുകയും ചെയ്ത ഓരോ അറസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ശുഭഗ്രഹങ്ങളുടെ നിപ്പ് വളരെ ഗുണം ചെയ്യും. ശുഭഗ്രഹങ്ങളുടെ നല്ല മനുഷ്യരുടെ കൂടെ ഒരു മോശമായ ആൾ നിന്നാലും അവൻ പതുക്കെ രക്ഷപ്പെടും എന്നർത്ഥം. അതേസമയം ചീത്ത ആളുകളുടെ കൂടെ, ദുഷ്ടൻ്റെ കൂടെ ഒരു ശിഷ്ടം നിന്നാൽ അവരും ചീത്തയാവും. അതുകൊണ്ടാണ് കവികൾ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം. അവർ നല്ല സത്സംഗങ്ങളും നല്ല ആളുകളുടെയും കൂടെ വസിക്കണം. നല്ല സൽപ്രവർത്തികൾ ചെയ്താൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും എന്നർത്ഥം. അതുപോലെ ശനിയിൽ ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി, ഒടിവോ ചതവോ
മുറിവോ പൊള്ളലോ സർജറിയോ ഉണ്ടാവും. അതായത് ഡോക്ടറുടെ കത്തിയോ കള്ളന്റെ കത്തിയോ സ്വയാർജിത ആയുധമോ അല്ലെ മറ്റേതെങ്കിലും പ്രകൃതിദത്തമായ ദുരന്തങ്ങളോ കൊണ്ട് ശരീരം കീറാൻ ന്യായമുണ്ട്. അതാണ് ശനി ബാധിച്ചവന് കത്തി കയറും, പിന്നെ മുടന്തനാകും, 10 ദിവസമെങ്കിലും ചട്ടി നടക്കും, അല്ലെങ്കിൽ ഒളിയും, വികലാംഗനാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ വികലാംഗനാക്കും. പിന്നെ താമസിക്കുന്ന ഭവനം മാറ്റി താമസിപ്പിക്കും. 10 ദിവസമെങ്കിലും ആശുപത്രിയിൽ, അല്ലെ 10 ദിവസമെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്ത് വീട്ടിൽ. ഇപ്പം ജോലി സംബന്ധമായിട്ടൊക്കെ വിദേശത്തേക്കൊക്കെ പോകുന്നവർ 7 ശനി പിടിക്കുന്നവരാണ് മാറിപ്പോകുന്നത്. അപ്പോൾ താമസിക്കുന്ന ഭവനം മാറും, പ്രവർത്തിക്കുന്ന ജോലി മാറ്റം വരും, ബാങ്ക് ഡെപ്പോസിറ്റ് അത് മാറ്റും. ഇതിപ്പോ ഈ ബാങ്കിൽ പലിശ കുറവാണ്, നമുക്ക് മറ്റേ ബാങ്കിലേക്ക് ഇടാം എന്ന് പറഞ്ഞ് ഇവിടെ നിന്നെല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് കൊണ്ടിടും. അവിടെ കൊണ്ടിട്ട് 1 മാസം കഴിയുമ്പോൾ അവിടുത്തെ പലിശയും കുറച്ചു. ഇത് വേണ്ടായിരുന്നു, എടുത്ത് മറ്റേ സഹകരണ ബാങ്കിക്കൊണ്ടിട്ടു. എല്ലാ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എത്ര രൂപ വേണം എടുക്കാൻ? 50 ലക്ഷം ഇട്ടത് 50 വേണം, കൊച്ചിൻ്റെ കല്യാണം. അതൊന്നും പറ്റിയതല്ല, 1 ലക്ഷം രൂപ തരാം. കൂടി എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫീസിനുള്ള അനുവാദം വേണം. പക്ഷേ ഇതിപ്പോൾ ഭണ്ഡാരണ്ട് പറഞ്ഞ മാതിരി 50 ലക്ഷം എടുക്കാൻ പറഞ്ഞാൽ ഏത് ബാങ്കിന് സാധിക്കില്ല. അതിപ്പോഴല്ലേ സാധിച്ചിരുന്ന ഒരു കാലമുണ്ടല്ലോ, അന്നത്തെ കാലത്ത് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ അതുപോലും ചിലപ്പം കിട്ടിയെന്ന് വരികയല്ല. ചുരുക്കത്തിൽ താമസിക്കുന്ന ഭവനം, ഭരിക്കുന്ന ജോലി, എടുക്കുന്ന തീരുമാനം, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഗോൾഡ്, എഗ്രിമെൻറ്റുകൾ, മനസ്സാക്ഷി, അങ്ങനെ ഉണ്ടല്ലോ ഒരു മനസ്സാക്ഷി, സ്നേഹബന്ധങ്ങൾ, അത് പ്രത്യേകിച്ച് മാതൃവഴി, പിതൃവഴി, മാതുല വഴി, സഹോദരങ്ങൾ വഴി, മൈത്രി, പിന്നെ പ്രേമം, ഇങ്ങനെയുള്ളതിനെ കിളക്കം വരുമെന്നാണ് ഈ ശനി ബാധിച്ചവർ. അവന് അച്ഛനും അമ്മയും പറയുന്ന പോലെ നടക്കത്തില്ല. അതുപോലെ തന്നെ ബാങ്കിൽ ഇട്ടിരിക്കുന്നിടത്ത് മാറ്റിക്കൊണ്ടിരിക്കും, വീട്ടിൽ നിന്ന് മാറി താമസിക്കും, കൂടുതലും വനാന്തരങ്ങളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടും, അധികം ആളുകളുമായിട്ടുള്ള വനവാസം. പിന്നെ വക്കീൽ, പോലീസ് ബന്ധപ്പെടേണ്ട വിഷയങ്ങളിൽ ഇവർ തലയിടും, കാക്കക്കോട്ടും കകത്ത കോട്ടും, എന്തെങ്കിലും കുരുത്തക്കേടിനകത്ത് ചേർക്കും. വൈദ്യനെയും ഡോക്ടറെയും കാണേണ്ടി വരും. പറഞ്ഞല്ലോ, ഒടിവോ ചതവോ മുറിവോ പൊള്ളലോ വരുമെന്നുണ്ടാവും. മാന്ത്രികന്മാർ, ജ്യോതിഷന്മാർ, മനഃശാസ്ത്രജ്ഞന്മാർ, ഇവരെ കാണേണ്ട ഗതികേടുകൾ വരും. കള്ളൻ, തസ്കരൻ, രണ്ടും രണ്ടാണ്. നാക്കുകൊണ്ട് പോക്കറ്റ് അടിക്കുന്നവൻ, നേരിട്ട് പിടിച്ചു പറിക്കുന്നവൻ, ഇങ്ങനെ പലതരത്തിലുള്ള മോഷ്ടാക്കളുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്ന് കൊടുക്കുക. വഞ്ചകൻ, നിഷേധി, ഇങ്ങനെയുള്ളവർക്കൊക്കെ പണം പോകുന്നതാണ്. ആൾക്കൊക്കെ വക്കീൽ, പോലീസ്, വൈദ്യൻ, ഡാക്ടർ, മാന്ത്രികൻ, ജ്യോതിഷൻ, സന്യാസി, കരപ്രമാണി, മധ്യസ്ഥൻ, രാഷ്ട്രീയക്കാരൻ, അതുപോലെ തന്നെ ഉപദേശി, സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ അവരെയൊക്കെ പോയി കാണേണ്ടതായിട്ട് വരും. ഇതെല്ലാം കൂടെയും വരുന്നവരുമുണ്ട്. ഭാഗികമായി ഈ മറ്റ് ഗ്രഹങ്ങളുടെ നോട്ടം അനുസരിച്ച് പേരിനൊക്കെ ആയിട്ട് മാറേണ്ടതായിട്ടും വരും. ഇതൊക്കെയാണ് ഏഴര ശനിയിൽ. ഈ ഏഴരശനിക്കുള്ള പ്രതിവിധി നമ്മൾ പറയുമ്പോൾ എല്ലാ ഗ്രഹങ്ങളിലേക്കും സ്ഥിരമായിട്ട് ചെയ്യേണ്ട പ്രതിവിധി ഉണ്ടോ? പൊതുവായിട്ട് പറയുമ്പം ശനിയാഴ്ച ഒരിക്കൽ എടുക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച കാരുണ്യ പ്രവർത്തനം നല്ലതാണ്. ശനിയാഴ്ച ദിവസം ശനിദേവന് നീരാഞ്ജനം, എള്ളുപായസം, പുഷ്പാർച്ചനകൾ മുതലായത് ചെയ്യുന്നത് നല്ലതാണ്. പഞ്ചബ്രഹ്മം കൊണ്ട് ജലാഭിഷേകം ശിവന് ചെയ്യുന്നത് നല്ലതാണ്. ശനിയാഴ്ച വികലാംഗർക്ക് ദാനം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കഴിവതും മത്സ്യമാംസാദികൾ കഴിവാക്കി ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കിയിട്ട് നാം ഒഴിവാക്കി വെച്ച ആഹാരം ഒരു സാധുവിന് കൊടുക്കുക. ഒരാള് ചിക്കനും മട്ടനും ഒക്കെ കൂട്ടിയാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ അതേ നിലവാരത്തിൽ തന്നെ കൊടുക്കണം. അല്ലാതെ അവിടെ കൊടുക്കുമ്പോൾ അത് ഗോതമ്പ് കപ്പയോ മേടിച്ച് കൊടുത്തുകൊണ്ട് കാര്യമായിരുന്നില്ല. ഒരു നേരത്തെ ആഹാരമുണ്ട്. അതുപോലെ തന്നെ വസ്ത്രം, മരുന്ന്, ഇങ്ങനെയുള്ളതൊക്കെ ദാനം ചെയ്യുക. ദാനധർമാദികൾ, കാരുണ്യ പ്രവർത്തനം. മനസാ വാച കർമ്മണ ഹസ്താഭ്യാം ബൽഭ്യാ ഉദരേണ
ശിഷ്ണായ സ്മൃതം എതിർത്ത് വെൽക്കുന്നതും തരസർവം. മനസ്സുകൊണ്ട് ഉപകാരം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. ആകാമല്ലോ. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഒരാൾ വിഷമിക്കുമ്പോൾ അയലോക്കത്ത് അവനത് പറഞ്ഞാൽ പോരാ, അവൻ കൂടുതൽ അനുഭവിക്കണം എന്നല്ലേ പറയുള്ളൂ. പക്ഷെ നല്ലത് പറയാം, ചിന്തിക്കണം, തിങ്ക് ചെയ്യണം. വാക്കുകൾ കൊണ്ട് ഇതൊക്കെ മാറും, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല ഒരു വാക്ക് പറയുമ്പോൾ ഒരു മനസ്സിന് കർമ്മണ പ്രവർത്തി. ഒരാൾ മേലാതിരിക്കുന്ന ആശുപത്രി പ്രവർത്തിക്കുക, കാര്യങ്ങൾ ഇതൊക്കെ എത്ര പേര് ചെയ്യുന്നുണ്ട്. അതെ. ഹസ്താഭ്യാം ബൽഭ്യാം, കയ്യും കാര്യം കൊണ്ട് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ, ഉദരേണ വയറ്റിപ്പഴപ്പിന് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കൊടുത്ത് പ്രതിവിധികളിൽ പെടുന്നതാണ്. എല്ലാവർക്കും പണം കൊണ്ട് ചിലപ്പം പ്രതിവിധി ചെയ്യാൻ പറ്റിയില്ല, എല്ലാവർക്കും ചിലപ്പം വഴിപാടുകൾ ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് ഒരു അപ്പുറേ കിടക്കുന്ന ഒരു അമ്മമ്മ അല്ലെ ഒരു മുത്തശ്ശൻ അല്ലെ ഒരു രോഗി, അവരെ കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചു, അല്ലെ മരുന്ന് വാങ്ങിക്കൊടുത്തു, അല്ലെ അവർക്ക് വസ്ത്രം ഒടിപ്പിച്ചു, അല്ലെ ഒരു നേരം കഞ്ഞി വെച്ച് കൊടുത്തു, അല്ലെ അവരെ ഒന്ന് തിരുമി, അതുകൊണ്ടായി. അല്ലെങ്കിൽ ഒരു നേരം കഴിക്കാൻ പറ്റിയിരിക്കുന്ന ആഹാരം വിശന്നിരിക്കുന്ന ഒരാളിനെ തേടിയെടുത്ത് പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യരുത്, കൊടുക്കുക. അതുപോലെ തന്നെ ശരീരം കൊണ്ട് ചെയ്തു കൊടുക്കാവുന്നത്, മനസ്സുകൊണ്ട് ചെയ്തു കൊടുക്കാവുന്നത്. ദൈവമേ, ആ തൊട്ടായി ലോകത്ത് കിടക്കുന്ന ശത്രു ആണെങ്കിലും അവന് നല്ലത് കൊടുക്കണേ, അവന് പ്രസ്ഥാനം അവൻ്റെ രോഗമൊക്കെ മാറണേ, കാര്യം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്, അവനോട് പൊറുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ചെയ്യുന്നില്ല. പകരം ഏതെങ്കിലും തരത്തിൽ അവനെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഇലക്ഷൻ അവൻ എന്നെ ദ്രോഹിച്ചതാണ്, ദ്രോഹി, അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നേ ചിന്തിക്കുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിരവധി പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മുടെ ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള ശ്രീ കുറുമാടൂർ ശർമാജി നമ്മോട് പങ്കുവച്ചത്. ഈ കാലഘട്ടത്തിൽ ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിരവധിയായിട്ടുള്ള സംശയങ്ങൾ നമുക്ക് വീണ്ടും ഒത്തിരി ലെറ്ററുകൾ നമുക്ക് വരുന്നുണ്ട്. അടുത്തൊരു എപ്പിസോഡ് വരെ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും പ്രത്യേകമായ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.